ഹായ് ലേണേഴ്സ്, എല്ലാവർക്കും ഹിസ്റ്റോറിയയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെഗാലിത്തിക് കൾച്ചർ എന്താണെന്നും പ്രധാനപ്പെട്ട മെഗാലിത്തിക് മോണുമെന്റ്സ് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട മഹാശില സ്മാരക ഉദ്ഖനനങ്ങൾ എവിടേക്കാണ് നടന്നത് എന്നതിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് അറിയുന്ന സ്ഥലങ്ങൾ തന്നെയാണ്, മുന്നത്തെ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞ ആൾക്കാർക്ക് അറിയാം. ചാത്തപ്പറമ്പ്, അതുപോലെ ആനക്കര, മാങ്ങാട് തുടങ്ങിയ എക്സ്കവേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കാം. കേരളത്തിലെ മഹാശില സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായി ഉദ്ഖനനം നടന്ന ഒരു സ്ഥലമാണ് ചാത്തപ്പറമ്പ് എന്ന് പറയുന്നത്. ജെ ബാബിങ്ടൺ ആണ് ഈ ഉദ്ഖനനത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ഇന്ത്യയിൽ മഹാശില സംസ്കാരങ്ങളുടെ പഠനത്തിന് 1819 തുടക്കം കുറിച്ച ആളാണ് ജെ ബാബിങ്ടൺ എന്ന് പറയുന്നത്. അന്ന് ഈ മഹാശില സ്മാരകങ്ങൾ എന്ന പദത്തിന് പകരമായിട്ട് പ്രാദേശികമായിട്ട് ആളുകൾ ഈ സ്മാരകങ്ങളെ പാണ്ടിക്കുഴികൾ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചാത്തപ്പറമ്പ് ഉദ്ഖനനം നടന്ന വർഷം 1819 ആണ്. ഉദ്ഖനനം നടത്തിയ ആള് ജെ ബാബിങ്ടൺ ആണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് മഹാശില സംസ്കാരങ്ങളുടെ ഉദ്ഖനനം നടത്തിയ സ്ഥലമാണ് ചാത്തപ്പറമ്പ് എന്ന് പറയുന്നത്. അന്ന് ഈ സ്മാരകങ്ങൾ അറിയപ്പെട്ടത് എന്തു പേരിലാണ്? പാണ്ടിക്കുഴികൾ എന്ന പേരിലായിരുന്നു അറിയപ്പെടുന്നത്. ചെത്തപ്പറമ്പ് എന്ന് ബാബിങ്ടൺ വിളിച്ചിരുന്ന സ്ഥലം ഫറൂഖിനടുത്തുള്ള ചാത്തപ്പറമ്പാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ റെക്കോർഡുകളിൽ അല്ലെങ്കിൽ ബാബിങ്ടന്റെ റെക്കോർഡിങ്ങുകളിൽ ചെത്തപ്പറമ്പ് എന്നാണ് ഈ സ്ഥലത്തെ പറയുന്നത്. അപ്പോൾ പിന്നീട് നടന്നിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് ഫറൂഖിനടുത്തുള്ള ചാത്തപ്പറമ്പാണ് ഈ പറയുന്ന സ്ഥലം എന്നാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ബേപ്പൂർ നദീതടത്തിലെ ചാത്തപ്പറമ്പ് നിന്ന് 1819 തൊപ്പിക്കല്ല് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ചാത്തപ്പറമ്പ് നിന്നും പ്രധാനമായിട്ടും കണ്ടെത്തിയത് എന്താണ്? തൊപ്പിക്കല്ലാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഈ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ കണ്ടെത്തലുകൾ 1823 ഒരു റിപ്പോർട്ടായിട്ട് പ്രസിദ്ധീകരിച്ചു. ഡിസ്ക്രിപ്ഷൻ ഓഫ് പാണ്ടിക്കുഴീസ് ഇൻ മലബാർ വിത്ത് ഫോർ ഡ്രോയിങ്സ് എന്ന പേരിലായിരുന്നു ജെ ബാബിങ്ടൺ ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. സ്മാരകങ്ങൾ നിലനിൽക്കുന്ന ഭൂപ്രകൃതിയും അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും അദ്ദേഹം ഈ റിപ്പോർട്ടിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇരുമ്പ് യുഗത്തെ പ്രതിനിധീകരിക്കുന്ന തെളിവുകളാണ് ചാത്തപ്പറമ്പ് നിന്ന് കണ്ടെത്തിയത്. മൺപാത്രങ്ങൾ, ഇരുമ്പായുധങ്ങൾ, മുക്കാളി, കൽമുത്തുകൾ എന്നിവ കണ്ടെടുക്കപ്പെട്ടു. അതേപോലെ തന്നെ ഈ ചാത്തപ്പറമ്പിന് ശേഷം അദ്ദേഹം എക്സ്കവേറ്റ് ചെയ്ത മറ്റൊരു സ്ഥലമാണ് പുതിയങ്ങാടി എന്ന് പറയുന്നത്. അവിടെ നിന്നും തൊപ്പിക്കല്ല് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ കേരളത്തിലെ മഹാശില സംസ്കാര കാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട സൈറ്റാണ് ചാത്തപ്പറമ്പ് എന്ന് പറയുന്നത്. അത് ഐഡന്റിഫൈ ചെയ്തത് ആരാണ്? ജെ ബാബിങ്ടൺ ആണ്. ഈ ചാത്തപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം ഫറൂഖിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ധാരാളം മൺപാത്രങ്ങളും ഇരുമ്പങ്ങളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ റെക്കോർഡുകളിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ് പോർക്കളം എന്ന് പറയുന്നത്. BK താപ്പർ 1948 പോർക്കളം മഹാശില സ്മാരകത്തിൽ ഉദ്ഖനനം നടത്തിയത്. ഇത് ഇന്നത്തെ തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പൊ പോർക്കളം എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിലെ മെഗാലിത്തിക് കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിലെ പോർക്കളം എന്ന് പറയുന്നത്. 1948 BK താപ്പർ ആണ് ഈ ഒരു സ്ഥലം ഐഡന്റിഫൈ ചെയ്തത്. 1978 മുതൽ 1981 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു ഇദ്ദേഹം. സ്വാതന്ത്ര്യാനന്തര കാലത്ത് കേരളത്തിൽ നടത്തിയ ആദ്യത്തെ ഉദ്ഖനനമായിട്ടും ഇത് പറയപ്പെടുന്നുണ്ട്. 1948 അല്ലെ. അപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ നടത്തിയ ആദ്യത്തെ ഉദ്ഖനനമാണ് പോർക്കളം എക്സ്കവേഷൻ എന്ന് പറയുന്നത്. കൽവെട്ടറകൾ, കരിങ്കല്ലറ, ഡോൾമൻ, കൽവളയം, നന്നങ്ങാടികൾ തുടങ്ങിയ ഒരു കൂട്ടം മഹാശില സ്മാരകങ്ങൾ ഇദ്ദേഹം പരിശോധന നടത്തിയിട്ടുണ്ട്. അപ്പൊ കൽവെട്ടറകളും കരിങ്കല്ലറകളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ ഒരു സ്ഥലത്തു നിന്നും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ നന്നങ്ങാടി ഒഴികെയുള്ള സ്മാരകങ്ങൾ ആളുകൾ തുറന്നു കേടുവരുത്തുകയായിരുന്നു. ഒരു കുഴിയിൽ സ്ഥാപിച്ച നിലയിലാണ് നന്നങ്ങാടികൾ കണ്ടെത്തിയത്. അപ്പൊ ഇവിടെ നിന്നും കേടുകൂടാതെ ലഭിച്ചിട്ടുള്ള ഒരു ആർട്ടിഫാക്ട് എന്ന് പറയുന്നത് എന്താണ്? നന്നങ്ങാടി മാത്രമാണ്. ബാക്കിയെല്ലാം തന്നെ ആളുകളുടെ ക്യൂരിയോസിറ്റി കാരണം എന്ത് ചെയ്തിട്ടുണ്ട്? അത് നശിക്കപ്പെട്ടു പോയിട്ടുണ്ട്. 7 മൺപാത്രങ്ങളും അവയുടെ അടപ്പുകളും, 3 ഇരുമ്പായുധങ്ങൾ, 48 HD കാർമീഡിയൻ മുത്തുകൾ, എല്ല് കഷ്ണങ്ങൾ തുടങ്ങിയവയും നന്നങ്ങാടികൾക്കകത്ത് നിന്ന് അദ്ദേഹം കണ്ടെടുത്തു. അപ്പോൾ ഒരുപാട് മൺപാത്രങ്ങള്, അടപ്പുകള്, ഇരുമ്പായുധങ്ങള്, അതുപോലെ മുത്തുകള് ഇവയൊക്കെ ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. നന്നങ്ങാടിയുടെ അകത്തു നിന്നും ഇദ്ദേഹം കണ്ടെടുത്തു. BK താപ്പർ കണ്ടെടുത്തു.
കണ്ടെത്തിയ പുരാവസ്തുക്കളെ ദക്ഷിണേന്ത്യയിൽ ലഭ്യമായിരുന്ന മറ്റ് മഹാശില സ്മാരക വസ്തുക്കളുമായി താരതമ്യപ്പെടുത്തിയിട്ടാണ് ഇദ്ദേഹം പഠനം നടത്തിയത്. അതായത് തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ഇത്തരം സ്മാരകങ്ങളുമായി താരതമ്യപ്പെടുത്തിയാണ് പോർക്കളത്തെ സ്മാരകങ്ങൾ അദ്ദേഹം ഏതാണ്ട് BCE 3-ാം നൂറ്റാണ്ടിനും CE 1-ാം നൂറ്റാണ്ടിനും ഇടയിലാണെന്ന് അനുമാനിക്കുന്നത്. അപ്പം ഈ പോർക്കളത്ത് നിന്ന് കിട്ടിയിട്ടുള്ള തെളിവുകളെ അടിസ്ഥാനമാക്കിയിട്ട് അദ്ദേഹം ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നടത്തിയത്, അല്ലെങ്കിൽ ഒരു താരതമ്യ പഠനമാണ് നടത്തിയത്. അതായത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള ഈ സാധനങ്ങളുടെ കാലപ്പഴക്കം മനസ്സിലാക്കിയ ശേഷം ഇത് ഏതാണ്ട് BCE 3-ാം നൂറ്റാണ്ടിനും CE 1-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ളതാണെന്ന് BK താപ്പർ അനുമാനിക്കുന്നു. ഇനി ഈ റിപ്പോർട്ടുകൾ പോർക്കളം 1948 എക്സ്കവേഷൻസ് ഓഫ് എ മെഗാലിത്തിക് ഏൺ ബറിയൽസ് എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. എന്താണ് പോർക്കളം 1948 എക്സ്കവേഷൻസ് ഓഫ് മെഗാലിത്തിക് ഏൺ ബറിയൽസ് എന്ന പേരിൽ ഒരു റിപ്പോർട്ടായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ പോർക്കളം എക്സ്കവേഷൻ നടത്തിയത് ഏത് വർഷമാണ്? 1948-ലാണ്. പോർക്കളം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ ജില്ലയിലാണ്. BK താപ്പർ ആണ് ഈ ഒരു എക്സ്കവേഷന് നേതൃത്വം നൽകിയത്. ഇവിടെ നിന്ന് ഒരുപാട് നന്നങ്ങാടികളും ഡോൾമെനുകളും സിസ്റ്റുകളും ഒക്കെ ഐഡന്റിഫൈ ചെയ്യുകയും അത് ഒരു റിപ്പോർട്ടായിട്ട് 1948 അദ്ദേഹം എക്സ്കവേഷൻസ് ഓഫ് മെഗാലിത്തിക് ഏൺ ബറിയൽസ് എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അടുത്ത ഒരു പ്രധാനപ്പെട്ട സൈറ്റാണ് മാങ്ങാട് എന്ന് പറയുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സൂപ്രണ്ടന്റ് ആർക്കിയോളജിസ്റ്റ് ആയിരുന്ന T സത്യമൂർത്തിയാണ് 1922 കൊല്ലം ജില്ലയിലെ മാങ്ങാട് ഉദ്ഖനനം നടത്തിയത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സൂപ്രണ്ടന്റ് ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള T സത്യമൂർത്തി എന്തുമായി ബന്ധപ്പെട്ടതാണ്? മാങ്ങാട് എക്സ്കവേഷനുമായി ബന്ധപ്പെട്ടതാണ്. 1922 ആണ് ഇദ്ദേഹം ഇവിടെ ഉദ്ഖനനം നടത്തിയത്. ഇനി മാങ്ങാട് ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലാണ് മാങ്ങാട് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 12ഓളം നന്നങ്ങാടികളാണ് മണ്ണുമാറ്റി തുറന്നു പരിശോധിച്ചത്. സത്യമൂർത്തിയുടെ അഭിപ്രായത്തിൽ ചുടുകാട്, ഇടുകാട് എന്നർത്ഥം വരുന്ന ഇമക്കാട് എന്ന തമിഴ് പദത്തിൽ നിന്നാകാം മാങ്ങാട് എന്ന സ്ഥലനാമം ഉണ്ടായത്. അപ്പോൾ ഈ ഒരു മാങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഒരു തമിഴ് ഇതിൽ നിന്നുമാകാം. ഇമക്കാട് എന്ന അർത്ഥത്തിൽ നിന്നാണ് മാങ്ങാട് ഉണ്ടായത് എന്നും പറയപ്പെടുന്നുണ്ട്. കണ്ടെത്തിയ എല്ലാ നന്നങ്ങാടികളും കൈകൊണ്ട് നിർമ്മിക്കുകയും മങ്ങിയ ചുവപ്പ് നിറത്തിലുള്ളവയുമാണ്. ഇവയ്ക്ക് അകത്തുനിന്നും മൺപാത്രങ്ങൾ, ഇരുമ്പ് വസ്തുക്കൾ, മുത്തുകൾ തുടങ്ങിയവയും കണ്ടെത്തി. കൈകൊണ്ട് നിർമ്മിച്ച നന്നങ്ങാടികൾക്ക് പുറമെ മൺപാത്രങ്ങൾ ചക്രം ഉപയോഗിച്ച് നിർമ്മിച്ച ചൂളയിൽ വെച്ച് ചുട്ടെടുത്തതും ആയിരുന്നു. അപ്പോൾ ഒരുപാട് നന്നങ്ങാടികൾ ഈ ഒരു മാങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അദ്ദേഹം എക്സ്കവേറ്റ് ചെയ്തു. അതിന്റെ കാലപ്പഴക്കം കൃത്യമായിട്ട് നിർണ്ണയിക്കുകയും ചെയ്തു. കറുപ്പ് ചുവപ്പ് മൺപാത്രങ്ങളുമാണ് ഇവിടെ നിന്ന് ലഭിച്ചത്. അതുപോലെ ഇരുമ്പ്, ഉളി, നീളമുള്ള കത്തി, അരിവാൾ, പിടിയുള്ള കത്തി, ബ്ലേഡ് തുടങ്ങിയവയും ഇദ്ദേഹം ഇവിടെ നിന്ന് കണ്ടെത്തി. യുദ്ധവുമായി ബന്ധപ്പെട്ട ആയുധങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കാർഷിക ഉപകരണങ്ങൾ ലഭിച്ചതുകൊണ്ട് ഇവർ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കാം എന്ന് അനുമാനിക്കുന്നു. അപ്പോൾ ഈ അരിവാളും അതുപോലെ കത്തി തുടങ്ങിയ സാധനങ്ങളൊക്കെ കൃഷിക്ക് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്തിയിട്ടുള്ള ഒരു അനുമാനം എന്ന് പറയുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് എന്താണ്, ഇവർ കൃഷിയിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരായിരിക്കാം എന്ന് അനുമാനിക്കുന്നു. കാർബൺ 40 കാലഗണന അടിസ്ഥാനമാക്കി മാങ്ങാട് നടത്തിയ നന്നങ്ങാടികളുടെ കാലഗണന BCE 1000-നും BCE 800-നും ഇടയിലാണെന്നാണ് സത്യമൂർത്തി വാദിക്കുന്നത്. കാർബൺ 40 എന്ന് പറയുന്ന ഒരു ആർക്കിയോളജിക്കൽ മെത്തേഡ് ആണല്ലേ. കൃത്യമായിട്ടുള്ള കാലഗണന മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് കാർബൺ 40 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടെക്നിക്ക് അടിസ്ഥാനമാക്കിയിട്ട് മാങ്ങാട് നടത്തിയിട്ടുള്ള നന്നങ്ങാടികളുടെ കാലഗണന പ്രകാരം BCE 1000-നും 800-നും ഇടയിലാണ് ഈ ഒരു കാലഘട്ടം കേരളത്തിൽ നിലനിന്നതെന്നാണ് ആരനുമാനിക്കുന്നത്? T സത്യമൂർത്തി അനുമാനിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ വാദഗതികൾ ഒരു റിപ്പോർട്ടായിട്ട് പിന്നീട് പ്രസിദ്ധീകരിച്ചു. ദ അയണേജ് ഓഫ് മാങ്ങാട് എക്സ്കവേഷൻ എന്ത് പേരിലാണ് T സത്യമൂർത്തി മാങ്ങാട് എക്സ്കവേഷനെ ദി അയണേജ് ഓഫ് ദി മാങ്ങാട് എക്സ്കവേഷൻ എന്ന പേരിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ കൊല്ലം ജില്ലയിലാണ് മാങ്ങാട് സ്ഥിതി ചെയ്യുന്നത്. 1922 ഇവിടെ എക്സ്കവേഷൻ നടത്തിയത് ആരാണ്? T സത്യമൂർത്തി എന്നറിയപ്പെടുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സൂപ്രണ്ടന്റ് ജനറൽ ആയിട്ടുള്ള സത്യമൂർത്തിയാണ് മാങ്ങാട് എക്സ്കവേഷന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട സൈറ്റാണ് ഉമ്മച്ചിപ്പൊയിൽ എന്ന് പറയുന്നത്. 2001 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തൃശൂർ സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രധാനപ്പെട്ട മഹാശിലാ സ്മാരക ഉദ്ഖനനമാണ് ഉമ്മച്ചിപ്പൊയിൽ ഉദ്ഖനനം എന്ന് പറയുന്നത്. ഏതാണ് വർഷം? 2001 ഇവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളാണ് ഈ ഒരു എക്സ്കവേഷന് നേതൃത്വം കൊടുത്തത്. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലെ കരിന്തളം വില്ലേജിലാണ് ഉമ്മച്ചിപ്പൊയിൽ സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് ഉമ്മച്ചിപ്പൊയിൽ എന്ന് പറയുന്നത്? കാസർഗോഡ് ജില്ലയിലാണ്. ഹോസ്ദുർഗ്
താലൂക്ക്, കൃത്യമായി പറഞ്ഞാൽ കരിന്തളം വില്ലേജിലാണ് ഉമ്മച്ചിപ്പൊയിൽ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 11ഓളം കൽവെട്ടറകളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത്. അവയിൽ 4 ഉദ്ധാരണം ചെയ്തു, മറ്റുള്ളവ നശിപ്പിക്കപ്പെട്ട രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഉദ്ഖനനം ചെയ്ത കൽവെട്ടറകളിൽ കറുപ്പ് ചുവപ്പ് മൺപാത്രങ്ങൾ, ചുവന്ന മൺപാത്രങ്ങൾ, കാലുള്ള ചുവന്ന മൺപാത്രങ്ങൾ, കറുത്ത മൺപാത്രങ്ങൾ, ഇരുമ്പ് ഉപകരണങ്ങൾ എന്നിവയും കണ്ടെത്തി. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 11ഓളം കൽവെട്ടറകളാണ് കണ്ടെത്തിയത്. അവയിൽ 4 ഉദ്ഖനനം ചെയ്യുകയും ബാക്കിയുള്ളവ നശിപ്പിക്കപ്പെട്ട രീതിയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഉദ്ഖനനം ചെയ്തിട്ടുള്ള കൽവെട്ടറകളിൽ കറുപ്പ് ചുവപ്പ് മൺപാത്രങ്ങൾ, ചുവന്ന മൺപാത്രങ്ങൾ, കാലുള്ള ചുവന്ന മൺപാത്രങ്ങൾ, കറുത്ത മൺപാത്രങ്ങൾ എന്നിവ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി, കറുത്ത അല്ലെങ്കിൽ ചുവന്ന മൺപാത്രങ്ങൾ അയണേജ് കൾച്ചറുമായിട്ട് അല്ലെങ്കിൽ കേരളത്തിലെ മെഗാലിത്തിക് കൾച്ചറുമായി ബന്ധപ്പെട്ടവയാണെന്ന് മുൻപേ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ ഉമ്മച്ചിപ്പൊയിൽ എന്ന് പറയുന്ന സ്ഥലം നവീന ശിലായുഗത്തിൽ നിന്നും ഇരുമ്പ് യുഗത്തിലേക്കുള്ള മാറ്റത്തിന്റെ സുപ്രധാന തെളിവായിട്ടാണ് കരുതപ്പെടുന്നത്. ഉമ്മച്ചിപ്പൊയിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. ഏതാണ്ട് BCE 500 CE 500 ഇടയിലുള്ള കാലഘട്ടത്താണ് ഈ ഉമ്മച്ചിപ്പൊയിലിൽ ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഈ ഒരു സംസ്കാരം നിലനിന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ 2001 ഉമ്മച്ചിപ്പൊയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിൾ എക്സ്കവേഷൻ നടത്തിയത്. അതുപോലെ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് വില്ലേജിലാണ്, അല്ലെങ്കിൽ ഹോസ്ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ ഉമ്മച്ചിപ്പൊയിൽ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഒരുപാട് കൽവെട്ടറകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അടുത്ത ഒരു സൈറ്റാണ് ആനക്കര എന്ന് പറയുന്നത്. പാലക്കാട് ജില്ലയിലെ ആനക്കരയിൽ 2008-2009 കാലയളവിൽ 5 മഹാശിലാ സ്മാരക ഉദ്ഖനനങ്ങൾ നടന്നു. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ രാജൻ കുരുക്കൾ, P. സാജൻ, സെൽവകുമാർ എന്നീ ചരിത്രകാരന്മാരാണ് ഉദ്ഖനനം നടത്തിയത്. അപ്പോൾ പാലക്കാട് ജില്ലയിലാണ് ആനക്കര സ്ഥിതി ചെയ്യുന്നത്. ഇനി കാലയളവ് എന്ന് പറയുന്നത് 2008-2009 കാലയളവിൽ ഏകദേശം 5 മഹാശിലാ സംസ്കാര ഉദ്ഖനനങ്ങളാണ് ഇവിടെ നടന്നത്. അതിന് നേതൃത്വം കൊടുത്തത് MG സർവകലാശാലയുടെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലെ ചരിത്രകാരന്മാരായിട്ടുള്ള ഡോക്ടർ രാജൻ കുരുക്കൾ, P. സാജൻ, അതുപോലെ സെൽവകുമാർ തുടങ്ങിയവരാണ് ഈ ഉദ്ഖനനത്തിന് നേതൃത്വം നൽകിയത്. കൽവളയത്തിനകത്ത് 3 നന്നങ്ങാടികളും രണ്ടാമത്തെ 3 കൽവെട്ടറകളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്നും കറുപ്പും ചുവപ്പും മൺപാത്രങ്ങൾ, ചുവപ്പ് മൺപാത്രങ്ങൾ, മിനുസമുള്ള മൺപാത്രങ്ങൾ, മങ്ങിയ കറുത്ത പാത്രങ്ങൾ എന്നിവയും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് അസ്ഥി കഷ്ണങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അസ്ഥി കഷ്ണങ്ങളിൽ മൃതശരീരം കത്തിച്ചവരുടെ ഭാഗങ്ങളും അഴുകാനിട്ട ഭാഗങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. 2008 ആനക്കര ഉദ്ഖനനത്തിന്റെ മറ്റൊരു സുപ്രധാന പുരാവസ്തു തെളിവ് എന്ന് പറയുന്നത് മധ്യശിലായുഗത്തിലെ വെള്ളാരം കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങളാണ്. ഏതാണ്ട് 2ഓളം വെള്ളാരം കല്ലുകൾ ആയുധങ്ങൾ ഈ കുഴികളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മധ്യശിലായുഗത്തിൽ നിന്നും അല്ലെങ്കിൽ മധ്യശിലായുഗ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു പ്രദേശത്ത് ജാസം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഏതൊക്കെ എക്സ്കവേഷൻസിനെ കുറിച്ചാണ് പഠിച്ചത്? പോർക്കളം, മാങ്ങാട്, ആനക്കര, ഉമ്മച്ചിപ്പൊയിൽ, അതുപോലെ ചാത്തപ്പറമ്പ് തുടങ്ങിയ എക്സ്കവേഷൻസ് കേരളത്തിലെ മെഗാലിത്തിക് കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സൈറ്റുകളാണിവ. അവിടെ നടത്തിയിട്ടുള്ള ഉദ്ഖനനങ്ങളും അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള മെഗാലിത്തിക് ബെറിയൽസിനെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്